ഇപ്പോൾ ഇലക്ഷൻ സമയമാണല്ലോ. ആരായിരിക്കും ഈ തവണ ഇലക്ഷൻ കൊണ്ടുപോയത്? നമ്മുടെ ഇനി മുന്നോട്ട് നയിക്കുന്ന ആരായിരിക്കും? LDF ആണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? കാരണം ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് LDF-നെയാണ്. അതുകൊണ്ടാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, പാർട്ടിയില്ല. ആര് വരണമെന്നാണ് ആഗ്രഹം? മാറി വരണമെന്ന് ആഗ്രഹം. ഈ പാർട്ടി മാറി വരണമെന്ന് ആഗ്രഹം. കഴിഞ്ഞ തവണ ഇപ്പോഴുള്ള പാർട്ടിയിൽ കുറെ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. ഇതുകൊണ്ടല്ല, മാറി ഭരിക്കട്ടെ, അതാ നല്ലത്. ഞാൻ ഇലക്ഷന് യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല. ഫസ്റ്റത്തെ കേസ് കാരണം എനിക്ക് അങ്ങനെ ഇലക്ഷൻ ബേസ് വലിയ താല്പര്യമില്ലാത്ത, നമുക്ക് മനുഷ്യരെ വിശ്വസിക്കാം, പാർട്ടിക്കാരെ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി എന്റെ തെറ്റായിരിക്കാം, അറിഞ്ഞുകൂടാ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. മോദി വരണമെന്ന്. ജയിക്കും. ഞാൻ LDF പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് BJP ജയിക്കുമെന്ന്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു റോക്ക് ബുൾ മീഡിയ. ദിസ് ഈസ് മീ MB ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരള ഇലക്ഷൻ ചൂടിലാണല്ലോ. അപ്പം ഈ ഇലക്ഷനിൽ നിങ്ങൾ ആരുടെ കൂടെയാണ്? നമുക്ക് ചോദിച്ചറിയാലോ. ലെറ്റ്സ് ഗോ. ബ്രോ ഈ ഇലക്ഷൻ ചൂടിലാണല്ലോ, ആരായിരിക്കും മുന്നിൽ വരാൻ ചാൻസ് ഉള്ളത്? UDF ആയിരിക്കും. എന്തുകൊണ്ടാണ്? LDF-നെ ഭരണം മോശമാണല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയാം. കണ്ണ് കാണുന്നുണ്ട്. 5 കൊല്ലം അടിപൊളിയായിരുന്നു, പിന്നത്തെ 5 കൊല്ലം പക്ക പോക്കാണ്. ഞാൻ UDF, ഞാൻ SFI-കാരനായിരുന്നു. പക്ഷെ പിണറായിനെ കണ്ടിട്ടാണ് അത് ഒഴിവാക്കിയത്. ഒന്നുമില്ല. ഇല്ല. എന്റെ വീട്ടിലെ അവസ്ഥയ്ക്ക് അറിയാം. മറ്റേ എന്താണ് ഭവനോ എന്തോ ഇല്ലായിരുന്നു, ലൈഫ് മിഷൻ. എന്റെ വീട്ടിലാരും കൊടുത്തിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. മരണം മാറാൻ തന്നെ ആഗ്രഹം. ചാൻസ് ഉണ്ട്. എല്ലാരും മാറി ചിന്തിക്കാൻ തുടങ്ങിയാണ്. BJP BJP വരുന്നില്ല. ഇല്ല. സുരേഷ് ഗോപി നല്ല മനുഷ്യനൊക്കെയാണ്, പക്ഷെ BJP ആയതുകൊണ്ട് കയറുന്ന ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. അപ്പൊ ഇപ്പോഴുള്ള പാർട്ടിയില് ഭരണത്തിൽ തൃപ്തമാണോ? കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോകും. ഈ ഇലക്ഷനിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇപ്പം തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇലക്ഷൻ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ജയിക്കണം ആഗ്രഹമുണ്ടോ? ആരെങ്കിലും ജയിക്കട്ടെ. ആരെങ്കിലും ജയിക്കണം, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ അല്ലേ? തൃശ്ശൂർ ആരെ ജയിക്കണ്ടേ? തൃശ്ശൂര് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ആഗ്രഹം. സുരേഷ് ഗോപി ജയിക്കണം ആഗ്രഹം. ഇപ്പം ഈ ഇലക്ഷന് ചേച്ചി ആരുടെ കൂടെയാണ്? ഈ ഇലക്ഷന് LDF ആണോ UDF ആണോ BJP? ചേച്ചി ആരുടെ കൂടെയാണ്? എനിക്ക് അങ്ങനെയൊന്നല്ല, നല്ല മനുഷ്യന്മാരാരാച്ചാ അവരെ കൂടെ. അവരുടെ കൂടെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തയാണോ LDF? ഭരണം തൃപ്തയാണോ? അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ? ഭരണം മാറണമെന്നാണ് ആഗ്രഹം? അത് നല്ലതുമാണ്, അകത്തിയാണ്. രണ്ടുമുണ്ട്. മാറണമെന്ന് ആഗ്രഹമുണ്ടോ? മാറി വരണ എല്ലാതും. ഇപ്പൊ എല്ലാതും മാറി വന്നോണ്ടിരിക്കണം. എന്നാലേ ആരെ ഭരണത്തിലാണ് നമുക്ക് വിജയം ജനങ്ങൾക്ക് എന്നുള്ളത് അറിയണ്ടേ. LDF. ആണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? കാരണം ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് LDF-നെയാണ്. അതുകൊണ്ടാണ്. ഞാൻ LDF-ന്റെ കൂടെയാണ്. പാലിച്ചിട്ടില്ല, അത് പാലിക്കും. സമയമുണ്ടല്ലോ മുന്നോട്ട്. ഉണ്ട്. കിടക്കുമല്ലേ സമയം. പിണറായി സാറ് ഭരിക്കണ്ട. LDF-ൽ തന്നെ വേറെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അവരാരെങ്കിലും അല്ല, പാർട്ടിയുടെ കുഴപ്പമല്ല, ഒരു വ്യക്തിയുടെ കുഴപ്പം, ചിലവരുടെ കുഴപ്പം ആണത്. ഇപ്പം UDF ആണെങ്കിലും ഓരോ വാഗ്ദാനങ്ങൾ തന്നിട്ട് അവരും ഇതിൽ കയറുമ്പോഴത്തേനും അവർക്ക് മാറ്റാം. LDF-ന്റെ കൂടെയാണ്. താമര വിരിയോന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ആർക്കും ആഗ്രഹമില്ലാത്ത? കേറിയ നല്ല കാര്യമാണ്. പക്ഷെ കേറി കഴിയുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെ മാറണേന്ന് അറിയത്തില്ല. സ്വതന്ത്രയാണ്. എനിക്ക് പാർട്ടിയൊന്നും വേണ്ടെന്നാണ്. ഇപ്പോൾ നടക്കുന്ന ഭരണത്തിൽ അല്ല. മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്.
അത് മാറുവാണെങ്കിൽ ആര് പറഞ്ഞാണോ LDF പറഞ്ഞാണോ UDF പറഞ്ഞാണോ BJP പറഞ്ഞാണോ? UDF എന്നാ കൊള്ളാം, LDF എന്നല്ലേ ഭരിച്ചോണ്ടിരിക്കുന്നത്, എന്നിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. മാറണം തന്നെയാണ് ആഗ്രഹം. ആണ്. താനിപ്പോ ഒരു എന്താ പറയാ ഒരു നോൺ പൗര എന്ന നിലയിൽ ആറുകൂടെയാണ്? അത് വ്യക്തികള് നോക്കൂല്ലോ, അപ്പം നല്ലതാരാ അതിനനുസരിച്ച് വോട്ട് ചെയ്യത്തോളൂ. നല്ലൊരാൾ വരട്ടെ അല്ലേ? ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇലക്ഷൻ ഇപ്പൊ ഏത് പാർട്ടി വന്നാലും നടക്കാൻ പോകണം തന്നെ ഇരിക്കും, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ആരും വന്നിട്ടൊരു കാര്യമില്ല, ഒരു മാറ്റവും ഇല്ല. എന്ത് പറയാനാണ്, എന്ത് പറയാ, ആളെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, ആരും ഒന്നും പറയൊന്നുമില്ല. ഒതുങ്ങി അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഞാനാ പറഞ്ഞത്, ഇന്ന പാർട്ടി ജയിക്കണോന്ന് ഞാൻ പറയൂല. കാരണം എല്ലാ പാർട്ടികൾക്കും ഓരോരോ ഇതുണ്ടല്ല, അതെല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ പാർട്ടി വന്ന് ഞാൻ ഒരിക്കലും പറയൊന്നുമില്ല. എന്റെ മറ്റോ അതിനിപ്പോ ഞാനിപ്പോ പറയട്ടെ, ഒരു കാലത്തില്ല. ചാൻസ് കുറവാണ്. എനിക്കറിഞ്ഞൂടാ, നമ്മളെ ഇത് ഈ പാർട്ടി ഇലക്ഷൻ എന്നും പറഞ്ഞ നടക്കാറൊന്നുമില്ല. അപ്പൊ പാർട്ടിക്കാരെല്ലാവരും ഓരോന്നും കാണിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം കാണുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയുക അവര് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ടെന്നൊക്കെ, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ മിണ്ടാണ്ടിങ്ങനെ ഒതുങ്ങി പോവുക, അത്രേ ഉള്ളൂ. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ്. പുള്ളിന്റെ പടവും പിന്നെ പുള്ളിന്റെ സ്വഭാവവും ക്യാരക്ടറും എല്ലാം അടിപൊളിയാണ്. പിന്നെ പാർട്ടി ബേസ് ഞാൻ ഇടപെടൂല ഇതില്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, പാർട്ടിയില്ല. മാറി വരണമെന്ന് ആഗ്രഹം. ഈ പാർട്ടി മാറി വരണമെന്ന് ആഗ്രഹം. കഴിഞ്ഞ തവണ കുറെ ഇപ്പോഴുള്ള പാർട്ടിയിൽ കുറെ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. ഇതുകൊണ്ടല്ല, മാറി ഭരിക്കട്ടെ, അതാ നല്ലത്. മാറി ഭരിക്കണമെന്നാണ്. ഇപ്പൊ തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തി വന്നോണ്ടിരിക്കുക. തൃശ്ശൂർ കൊണ്ടുവന്ന് തോന്നുന്നില്ല? ഇല്ല, തോന്നുന്നില്ല. BJP ഇല്ല. BJP ഇല്ല. പുള്ളിക്കാരൻ ജയിക്കണമെന്ന് ആഗ്രഹം ഇല്ല. പുള്ളിക്കാരൻ ജയിക്കണമെന്ന് ആഗ്രഹം. എനിക്കോ? ഞാൻ പൊളിറ്റിക്സിലോട്ടില്ല, അത് ഭയങ്കര രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെയില്ല, നമുക്ക് വർഗീയത ഇല്ലാത്ത ഏത് പാർട്ടിക്കാരാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുഴപ്പമില്ല. പക്ഷെ ഭരണം മാറി വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള എതിർകക്ഷി നല്ലതായിരിക്കണം, ഭരിക്കുന്ന ആൾക്കാർ നല്ലതായിരിക്കും. അതെ, ഞാൻ നല്ല ലെഫ്റ്റിലോട്ടുള്ള ഒരാളാണ്. എന്നാലും ആരാണോ നല്ലത് അവര് വരണമെന്നാണ്. വർഗീയത ഇല്ലാതെ ഏത് വേണമെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഭരണം മാറി വരുവാണെങ്കിൽ നല്ലതാണ്. അപ്പോഴല്ലേ നമുക്ക് രണ്ട് സൈഡും ഭരിച്ചാലേ കാര്യമുള്ളൂ. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഇല്ലില്ല, അതെന്തായാലും നടക്കില്ല. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. വർഗീയത എന്തായാലും നമ്മള് സപ്പോർട്ട് ചെയ്യില്ല. ഇല്ലില്ല, അതിപ്പോ ഏത് പാർട്ടിക്കാരും സപ്പോർട്ട് ചെയ്യില്ല. വ്യക്തിപരമായിട്ട് പുള്ളിയുടെ വിരോധമൊന്നുമില്ല, പുള്ളി നല്ലൊരു നടനാണ്. പക്ഷെ എന്നാലും ഈ ജാതിയൊക്കെ പറഞ്ഞുള്ള ഒരു ഇത് ശരിയല്ല. മലയാളികൾ എന്താണുള്ളത് ഏറ്റെടുക്കും തോന്നുന്നില്ല. അല്ല, എനിക്കിപ്പം അങ്ങനെ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും ഇല്ല. അല്ല, ഓഫ് കോഴ്സ് ആസ് എ സ്റ്റുഡന്റ് ആണെങ്കിലും ഞാൻ അങ്ങനെ തൃപ്തയല്ല. ആഗ്രഹമുണ്ട്. അങ്ങനെയില്ല, ഇപ്പം ഭരണം വരുവാണെങ്കിൽ നമുക്ക് ഒരു കമ്പാരിസൺ നടത്താമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആസ് എ പാർട്ടി എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അല്ലാതെ ഒട്ടും ഇതിനകത്തോട്ടല്ല, അതുകൊണ്ടാണ്. ആര് വന്നാലും വലിയ വ്യത്യാസമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവോന്നറിയില്ല, ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. അതെ, ഓഫ് കോഴ്സ് അതെല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു അഭിപ്രായമാണെന്ന് തോന്നുന്നു. ഞാൻ ഇലക്ഷന് യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല, ഫസ്റ്റത്തെ കേസ്. കാരണം എനിക്ക് അങ്ങനെ ഇലക്ഷൻ ബേസ് വലിയ താല്പര്യമില്ലാത്ത, നമുക്ക് മനുഷ്യരെ വിശ്വസിക്കാം, പാർട്ടിക്കാരെ വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി എൻ്റെ തെറ്റായിരിക്കാം, അറിഞ്ഞുകൂടാ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. സീരിയസ്ലി അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ, സത്യമായിട്ടും. അല്ല, അതപ്പോ എൻ്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ നടത്തുന്നില്ല എന്ന് കരുതുന്നത് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ നടത്തുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കാഴ്ചപ്പാടല്ല മറ്റുള്ളവരുടെ. നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റു ഓപ്പോസിറ്റ് പാർട്ടികൾ കുറ്റം പറഞ്ഞാലോ അവർക്ക് അവരുടേതായ ഇപ്പോൾ
കാര്യങ്ങളല്ലേ. നമുക്കിപ്പോൾ എൻ്റെ തെറ്റ് മറ്റുള്ളവന് ശരിയായിരിക്കാം, അത് നമുക്കതിൽ അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. താമര വീഴുന്ന പാർട്ടി ബേസ് അല്ലേ. ഞാൻ പറഞ്ഞില്ല, സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനെ സംഭവത്തോടെ താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഇടപെടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി ബേസിന്റെ കാര്യത്തിലാണ് എനിക്ക് തീരെ ബന്ധമില്ലാത്തൊരു ഏരിയ. അപ്പൊ നമ്മ അതിൽ സംസാരിക്കാതിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ആരാണോ മര്യാദക്ക് ഭരിക്കുന്നത് അവരുടെ എനിക്ക് പേഴ്സണലി പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. അത് ഡിപ്പെൻസ്. ആരാണോ നന്നായിട്ട് ഭരിക്കുന്നത് അവര് വരണം. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ പൊളിറ്റിക്സിനെ പറ്റിയിട്ട് അറിയുന്നവർക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ. അതും ഡിപ്പെൻസ്. നാട്ടുകാർക്ക് എന്താണ് തോന്നുന്നത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഞാനും പേഴ്സണലി ആണ്, പക്ഷെ എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി അറിയാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ ഒന്നും പറയാനില്ല. പുള്ളി കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഇത് വന്നോട്ടെ, കുഴപ്പമില്ല. അല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ മോദി വരണമെന്ന്. ഞാൻ LDF പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് BJP ജയിക്കുമെന്നാണ്. അതങ്ങനെ നമ്മുടെ ഒരു മനസ്സിലിരിക്കുന്നതേ. തൃശ്ശൂര് സുരേഷ് ഗോപി നല്ല പ്രൊമോഷൻസ് ഇലക്ഷൻ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നല്ല കേരളത്തിൽ അത് ഒരു സാധ്യത കുറവാണ് BJPക്ക് തൽക്കാലം. BJP ജയിക്കും. BJP തന്നെ വരും. അങ്ങനെയൊന്നുമില്ല, നല്ല ആൾക്കാർ വരണമെന്ന് തന്നെയാണ് താല്പര്യം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിലുള്ള ഒരു ഭരണ സംവിധാനം വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. തൃപ്തനല്ല. തീർച്ചയായിട്ടും. ഇന്ത്യ മുന്നിൽ വരണമെന്ന് തന്നെ ആഗ്രഹം. ഒരു സ്ഥലത്ത് ചാൻസ് കാണുന്നുണ്ട്, പക്ഷെ അത് കണ്ടറിയണം. അവിടെയാണ് നമ്മളൊരു ഇത് ചാൻസ് കാണുന്നത്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഭരണ സംവിധാനത്തിലൊരു നമ്മളൊരു ഇത് കാണുന്നുണ്ട്, അത് അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പൊതുവെ UDF ആണോ? അതെ അതെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പൊ ആകെ ട്രാജഡി ആണല്ലോ ഇപ്പൊ മൊത്തം ഭരണം. അതെ, ഉറപ്പായിട്ടും. അത് ലോക്സഭ കേന്ദ്രത്തിലെ രാഹുൽ ഗാന്ധി. ചിലപ്പോ ഒരെണ്ണം തൃശ്ശൂരല്ലേ. നല്ല ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം സാധ്യത ചാൻസ് കുറവാണ്. വിരിയാൻ സാധ്യത, എന്നാലും വിരിയണമെങ്കിൽ അവിടെ വിരിയുള്ളൂ. അവര് കേരളം ഭരിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? BJP കേരളം ഭരിക്കുകയാണെങ്കിൽ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ സാധ്യത നോക്കണ്ട ഒരു വിധത്തിൽ ചാൻസ് ഇല്ല. ഈ ഇലക്ഷൻ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അതെ അതെ. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? UDFന്റെ നേരത്തുള്ള ഭരണം കണ്ടിട്ട് തന്നെ പറഞ്ഞത്. ഇനിയിപ്പോൾ മോശം ഭരണം എന്ന് പറയുമ്പോൾ വേറൊരു ഭരണം ആഗ്രഹിക്കുമല്ലോ എങ്ങനെയാലും ആൾക്കാർ. ഇപ്പോഴത്തെ ഭരണം എന്തായാലും മാറണമെന്ന് ആഗ്രഹമുള്ളത്. UDF ആണ് വരുന്നെങ്കിൽ ആര് നയിക്കണം? കേരളം ആര് നയിക്കണം എന്നാണ്? കേരളം ഇനിയിപ്പോൾ സതീശൻ ആണ് പ്രതിപക്ഷമായിട്ടിരിക്കുന്നത്. കാരണം പുള്ളിയെ വരുള്ളൂ കൊണ്ടുപോകുന്ന ചെറിയ പ്രതീക്ഷ. പുള്ളി ആദ്യമായിട്ട് തന്നെയല്ലേ, ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് കണ്ടറിയേണ്ടി വരും. കേരളത്തിൽ താമര വരികയും ചാൻസ് ഉണ്ടോ? ഇല്ല. തൃശ്ശൂര് സുരേഷ് ഗോപി നല്ല ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടെന്ന് തോന്നല്. ചിലപ്പോ ശരിയാവും. ജയിച്ചാൽ നല്ല കാര്യം നടക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? അത് ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാനും. ആര് വന്നാലും കുഴപ്പമില്ല, നല്ലോണം
ഞാനിപ്പോ ഈ ഇലക്ഷൻ ആരുടെ കൂടെയാണ്? കോൺഗ്രസിന്റെ കൂടെ അതെ അല്ല മാറ്റണം മാറണമെന്നാണ് ആഗ്രഹം. പോലെ ഒരു UDF ആണ് വരുന്നിരിക്കുന്നത്. ആര് കേരളം നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ അവരൊഴിച്ച് ബാക്കി ഇരിക്കുന്ന ആള് വേണ്ട, വേറെ ആള് വേണ്ട. ഇപ്പം ഓരോ തൃശ്ശൂർ ഇങ്ങനെ ഇലക്ഷൻ ക്യാമ്പയിൻ നല്ല രീതിയിൽ നടന്നുണ്ട്. സുരേഷ് ഗോപി നല്ല രീതിയിൽ കയറി വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ താമര വരികയും ചാൻസ് ഉണ്ടോ? ഇല്ല, ജില്ലയിലും ഒരേ കണക്കല്ലേ? ഒരേ കണക്കാണ്. വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ചിലപ്പം അവിടുത്തെ ആൾക്കാരുടെ പോലെ ഇരിക്കും. തനിക്ക് എന്താണ് ആഗ്രഹം? ജയിക്കണമെന്നാണോ ജയിക്കണമെന്നാണോ? എനിക്ക് ജയിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ജയിച്ചാൽ കൊള്ളാവുന്നുണ്ട്. തനിക്കോ? ആര് ജയിച്ചാലും നല്ലോണം പോയാൽ മതി. നല്ലോണം പോയാൽ മതി. നല്ല വർക്കാണ് ഞങ്ങൾ നോക്കുന്നത്. നല്ല വർക്കാണ് നമ്മൾ കൂടെ ഉണ്ടാവില്ലേ? തനിക്കോ? ജയിക്കണമെന്നാണോ? അങ്ങനെ വെച്ചാ പേഴ്സണലായിട്ട് ജയിക്കണമെന്ന് ആഗ്രഹമില്ല. ഇപ്പം UDF കയറി വരണമെന്നാണ് ആഗ്രഹം. UDF ആണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് UDF തന്നെ വിശ്വസിക്കാൻ കാരണം? അതല്ല, ഇപ്പോഴത്തെ ഭരണം കണ്ടു മടുത്ത്, അതുകൊണ്ട് പറഞ്ഞു അത്യാവശ്യമാണ്. പുതിയ ഭരണം വരട്ടെ, നോക്കാം. പുതിയ ഭരണം കാണാമല്ലോ, അതൊന്നും അറിയാമല്ലോ. തനിക്കോ? എപ്പോഴും ഒരു ഭരണം തന്നെ നല്ലതല്ലല്ലോ, മാറ്റങ്ങൾ വേണ്ടേ? മാറ്റങ്ങൾ കാരണം ഈ ഇലക്ഷൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ അത്രയ്ക്കില്ല, എന്നാലും പ്രതീക്ഷിക്കുന്നു. ഭരണം അത്യാവശ്യമാണ് മാറാൻ. അതെ. അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ആരുടെ കൂടെയാണെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ ഉള്ളത്. ഈ ഇലക്ഷനിൽ നിങ്ങൾ ആരുടെ കൂടെയാണെന്നും എന്തുകൊണ്ടാണെന്നും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്നവരെ